രോഗിയോട് സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അവനെ ആശ്വസിപ്പിക്കണം. ലാ ബഅസ തഹൂർ ഇൻഷാ അല്ലാഹ്, അതൊന്നും പ്രശ്നമല്ല, ശിഫയാകും എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയും വേണം. രോഗിക്ക് വേണ്ടി പല രൂപത്തിലുള്ള ദുആകളും ഹദീസിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രോഗിയെ സന്ദർശിച്ചാൽ ആ രോഗിയുടെ ശരീരത്തിൽ കൈകൊണ്ട്, അവിടുത്തെ വലത് കൈകൊണ്ട് തടവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ട്. അദ്ഹിബിൽ ബഅസ റബ്ബൻ നാസി വശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അതുപോലെ തന്നെ വേറെയും പല ദുആകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു രോഗിയെ സന്ദർശിച്ചു, അവൻ മരണാസന്നമായ അവസ്ഥയിലൊന്നും അല്ല എങ്കിൽ അവനക്ക് വേണ്ടി ദുആ ചെയ്യണം. എങ്ങനെ ദുആ ചെയ്യണം? അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക. ഇങ്ങനെയാണ് നാം ദുആ ചെയ്യേണ്ടത്. 7 പ്രാവശ്യം ഇങ്ങനെ ദുആ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക. ഫാത്തിഹ സൂറത്ത് 7 പ്രാവശ്യം മന്ത്രിക്കണം. അതുപോലെ തന്നെ മുഅവ്വിദത്തൈനി ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന ഇഖ്ലാസ് സൂറത്ത്, ഇത് 3 പ്രാവശ്യം വീതമോ അല്ലെങ്കിൽ 7 പ്രാവശ്യം വീതമോ മന്ത്രിക്കുക. ആയത്തുൽ കുർസി മന്ത്രിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇതൊക്കെ 7 പ്രാവശ്യം മന്ത്രിച്ചു കൊടുക്കൽ നല്ലതാണ്. അതുപോലെ തന്നെ ആയാത്തു ഷിഫാഇന്റെ 7 ആയത്തുകളുണ്ടല്ലോ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിൻ റബ്ബിക്കും വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ എന്ന് തുടങ്ങിയിട്ടുള്ള ഷിഫാഇന്റെ ആയത്തുകൾ ഓതി മന്ത്രിച്ചു കൊടുക്കേണ്ടതാണ്.